ക്ലീൻ ചെയ്യേണ്ടി വരും. എത്ര റുപ്യാവും? ഒരു 55 റുപ്യ. വേണ്ട, ഇങ്ങോട്ട് തന്നേക്ക്. ക്ലീൻ ചെയ്താൽ ശരിയാവും. വേണ്ടെന്നേ, 4-5 മാസം മുമ്പ് ഒരു 55 രൂപ തന്നതാ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതിലും ഭേദം ഒരു പുതിയ വാച്ച് വാങ്ങുക. ഒരു 500 റുപ്യ കൊടുത്താൽ നല്ല ക്വാർട്സ് കിട്ടും. പുതിയ വാച്ചൊക്കെ എന്തിനു കൊള്ളാം? ലാസ്റ്റ് ചെയ്യില്ല. 1 കൊല്ലം, കൂടിയ 2, പിന്നെ ചുണ്ണാമ്പിട്ട് വെക്കാം. എന്നാലും ഇങ്ങനെ നന്നാക്കി കാശ് കളയണ്ടല്ലോ. ടൈമും കറക്റ്റ്. ബാലടാ, ഇങ്ങനെ പോയാൽ എങ്ങനെയാ? എന്തേ? പണിയില്ലെന്നേ. ഇപ്പൊ എല്ലാവർക്കും കോട്സ്. അതിങ്ങനെ കണ്ണുപൊട്ടണ തരത്തിൽ ഇറങ്ങിയില്ലേ ഡെയിലി. കാലം പോയ പോക്ക്. വേറെ പണിയറിയില്ല. ഒരു വഴിയുണ്ട്. എന്താ? ഇത് തന്നെ. നിങ്ങൾക്ക് പിടി മത്സരിരുന്നാ മതി. കെട്ടിയുള്ള മക്കളും പണിയെടുത്തുകൊണ്ട് തരും. എനിക്കോ? ഞാൻ ഒറ്റയാ. ഒരു പെൺകുട്ടിയെ വളർന്നു വരണേ. എനിക്കോ 3 പെൺകുട്ടികള്. എടാ, പണിയില്ലാന്ന് ചാകാൻ പറ്റുമോ? പണിയെടുക്കാൻ മടിയുള്ള ആളൊന്നുമല്ല. നാട്ടുകാർക്ക് ഇപ്പൊ ഓട്ടുപാത്രം വേണ്ട, ഓട്ടുരുളി വേണ്ട, ഓട്ടുവിളക്ക് വേണ്ട. പടക്കുന്ന കമ്പനി ചരക്കുകൾ ചവറ് പോലെയാ. പുരോഗമനമല്ലേ? ഇപ്പൊ മൂശാരി ഒരു ഓട്ടപാത്രം. ആ ശാരദ വന്നിട്ട് പോയില്ലേ? ആ അടുക്കള വാതിലിന്റെ സാക്ഷി ഒന്ന് മാറ്റണം കേട്ടോ. ഒന്ന് ആഞ്ഞു തള്ളിയാ തുറക്കാം. ഞാനൊരു 3 കായക്കൊല വെട്ടിട്ടുണ്ട് കേട്ടാ. 3 ഒരെണ്ണം മതി എന്നല്ലേ പറഞ്ഞത്? നല്ല വില കിട്ടണ കായ. എന്നിട്ട് എവിടെ? അയ്യപ്പൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിക്ക. പിന്നെ ഇതൊക്കെ നെന്മാറെ കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ. അതിന് നിനക്ക് ചെയ്തൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കണമെങ്കിൽ നീ വീട്ടിലേക്ക് വരെ ഒരു കത്തിടേ ചെയ്യാം. ഏത് കാര്യം? അത് മറന്നോ? എടാ, കുന്നംകുളത്തെ ആ കുട്ടിയുടെ കാര്യം. എന്റെ ബാലകൃഷ്ണ, നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. കണ്ട പുള്ളോത്തി പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാണ്ട് മാനം മര്യാദയ്ക്ക് ഒരു കുടുംബമായിട്ട് കഴിയാൻ പറ. അതിന് നിനക്ക് വീടി വലിക്കാൻ തന്നെ നേരമില്ലല്ലോ. ഞാൻ പോട്ടെ. സമയം എന്തായി? ഇതെല്ലാം ചത്തിരിക്കുകയാണല്ലോ. 12 ആവണം. അയ്യോ, 12:15 വണ്ടി ഉണ്ട്. പണി ശാരദ പറഞ്ഞോണ്ട് പറയാ, ഒരിക്കൽ ഒരു തെറ്റ് പറ്റി. ഇനി അവക്കൊരാശ കൊടുക്കരുത്. കൊടുത്താൽ അത് നടക്കണം. സരോജിനി, എടി സരോജിനിയേ, എടി എന്താടി ഇത്? നീ ഈ ലോകത്തൊന്നും അല്ലേ? ഹേയ്, ഞാൻ ചില കാര്യങ്ങൾ ആലോചിച്ച്. ഇങ്ങനെ ആലോചിച്ച് തീരും നിന്റെ ജീവിതം. എന്തൊക്കെ വൃത്തികേടാ പറഞ്ഞെന്നറിയോ? നിനക്ക് മാഷോട് പറയായിരുന്നില്ലേ? എനിക്ക് പേടിയാ, അതൊരസത്താ. നാളെ കാണാം. ചേച്ചി നാളെ വരുമ്പോ പുളിയുണ്ടാവണം. ആ, കൊണ്ടുവരാം. ചേച്ചി രാക്ഷസനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ എവിടെയാ രാക്ഷസൻ? രാക്ഷസന്മാരൊക്കെ പണ്ടാ. അപ്പന്റെ അച്ഛൻ പറഞ്ഞതോ? ഓ, അതോ? അത് കുട്ടിയെ പറ്റിക്കാൻ. അല്ല, സത്യ. രാക്ഷസന്മാരല്ലേ പക്ഷികളെയും മനുഷ്യരെയൊക്കെ കൊന്നു തിന്നത്. അപ്പൊ അയാളും രാക്ഷസനാ. ആ, ഒരു കണക്കിന് അയാൾ രാക്ഷസൻ തന്നെയാ. അയാള് നമ്മളെയും കൊന്നു തിന്നോ? തിന്നുമായിരിക്കും.
താനെന്തിനാ എന്റെ മക്കളെ പഠിപ്പിച്ച? അതാ ഒരു തമാശക്ക് കുട്ടികളെടുത്താ തമാശ. ഞാൻ നിന്നോടാ ആ തോക്കും കൊണ്ട് നമ്മളെ വെടിവെച്ച നമ്മൾ ചാവു വെച്ചാ ഏയ്, മിഞ്ചേച്ചി പറഞ്ഞ ചാവുന്ന്. എന്തിനാടി എന്റെ മോളെ പറഞ്ഞ് പഠിപ്പിക്കണേ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുമെന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അച്ഛന് പേടില്ല അയാളെ? ഇരുട്ടതിന് മുമ്പ് പോയിക്കോടി. കൂട്ടത്തിൽ അരപ്പ് കൂട്ടിട്ട് പോവാം. അരപ്പൊക്കെ ഞാൻ കൂട്ടിക്കോളാം, നീ പൊയ്ക്കോ. ഇടവഴി കൂടെ പോകാനുള്ളതാ. എനിക്ക് പേടിയൊന്നുമില്ല, ചെറിയനെ പോലെ. എനിക്കെന്താ പേടി? എനിക്കൊരു പേടിയില്ല. എനിക്കറിയാം, അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്ത്? എല്ലാം. എന്നോട് കൂറുള്ള നാത്തുമാരുണ്ടെങ്കിൽ എനിക്ക് എന്തായി തിരിച്ചായിന്റെ ഞാൻ ചെല്ലി അമ്മ നോക്കി നോക്കി കണ്ട്. ഇതെന്താ പകലും ടോർച്ചടിച്ചാ നടക്കണേ? വേണ്ട വേണ്ട. പൊയ്ക്കോ, ഞാൻ പതുക്കുള്ളൂ, നേരം തെറ്റണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനാ ഓടി വന്നത്. ശാരദടുത്ത് എന്തിനാ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കണേ? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? സ്നേഹിച്ചു, അങ്ങനെ ഒരു തെറ്റ് പറ്റി, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തില്. എന്നുവെച്ചാ ആരുടെയും വഴി മുടക്കിയിട്ടില്ല. ഓ, അതൊന്നും കാര്യാക്കണ്ട. എല്ലാരോടും പറഞ്ഞോട്ടെ, എന്റെ മോളോട് ഇതൊക്കെ പറയണോ? അവൾ എന്നെ ചീത്ത. വല്ലപ്പോഴും ഇങ്ങനൊരു വാക്കും മിണ്ടൂന്നല്ലാണ്ട് മണിയേട്ടന്റെ വീട്ടിൽ പോലും ഞാൻ വരാറുണ്ടോ? എന്നിട്ട് ഞാൻ പിന്നെയും വട്ടം കറക്കാത്രേ. മണിയേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഏടത്തിന്റെ സ്വഭാവം അറിയാലോ. എന്നെ എടുത്തിക്കും അറിയാലോ. കിട്ടാത്തത് കിട്ടുന്ന മോഹമില്ല, വിഷമമില്ല. ഞാനെന്തിനാ വിഷമിക്കണേ? ഈ ജീവിതം മുഴുവൻ ഓർത്തോർത്ത് കഴിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ. ഈ ഇടവഴി കളിച്ചു നടന്നതും വളർന്നതും ഒരുമിച്ച് സ്കൂളിൽ പോയതും പിന്നെ കള്ളന്മാരെ പോലെ പതുങ്ങി നിന്ന് എന്നെ പിച്ച് മാന്തും. ഇപ്പോ ഇതുപോലെ ഇടയ്ക്കൊന്ന് കാണുമ്പോ ഒന്ന് ചിരിക്കുക, ഒരു വാക്ക് മിണ്ടുക, അത്രയൊക്കെ മതി എനിക്ക്. അല്ലാണ്ട് വിഷമിക്കൊന്നും വേണ്ട, സാരമില്ല. സരോജം, എനിക്കും അത്രയൊക്കെ മതി ഇനിയുള്ള കാലം.
വല്ല അരണയോ എന്തോ ആയിരിക്കും. ആരണയ്ക്ക് പച്ച നിറാണോ? ഞാൻ ശരിക്കും കണ്ടുവന്നേ. കയറി പിടിച്ചേനെ. പിടിച്ചിരുന്നെങ്കിലോ? പച്ചല പാമ്പല്ലേ, കടിച്ചാലും വിഷം ഉണ്ടാവില്ല. പച്ചില പാമ്പാലും പാമ്പ് പാമ്പനല്ലേ. പരീക്ഷത്തിന് തക്ഷയം കടിച്ച എങ്ങനെയാ? ഒരു പുഴുവായിട്ട് വന്നാ. എന്റെ ഭാര്യ വിഷം തൊട്ടത് കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോഴാ. വെള്ളത്തിൽ മൂർക്കനും അണലിയൊന്നും ഉണ്ടാവില്ലോ. ബക്കറ്റിൽ കയറിയതാ. അന്ന് ഈ ബാലേട്ടനൊക്കെ പറഞ്ഞു നീർക്കൊല്ലി ഇട വിഷം ഉണ്ടാവില്ലെന്ന്. എന്നിട്ടോ നേരത്തോട് നേരം എന്നാ തൊട്ടടുത്തിന്റെ മോളിരുന്ന് കളിക്കുക. 2 വയസ്സാ. അവളെ കാലമ്മ കൂടെ അഴിഞ്ഞു പോയത്. തൊട്ടില്ലല്ലോ. അതെന്താ? എന്നോടാ പാക. എന്നെ എണ്ണ പിടിക്കണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇവന്റെ അന്ധവിശ്വാസം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാം കൂടി ഒരു പാമ്പിനെ എറിഞ്ഞു കൊന്നു. അങ്ങനെ എത്രയോ പാമ്പിനെ നമ്മൾ കൊല്ലണു. ഇത് അങ്ങനത്തെ പാമ്പാണോ? എണപ്പാമ്പുകളാ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വരുമ്പോഴാ. ഈ ബാലേട്ടൻ ഞങ്ങളുടെ പിള്ളേർ സെറ്റ് എല്ലാരും ഉണ്ട്. ഞങ്ങളുടെ ഇടവഴിയില് 2 പാമ്പുകളാണ് ചേർന്നു. നല്ല അസല് മൂർഖൻ. ഞങ്ങൾ കല്ലെടുത്ത് കയറി തുടങ്ങി. ഒന്നിന്റെ തലയ്ക്ക് എന്നെ കൊണ്ടു. സാധനം ചത്തു. എണപ്പാമ്പ് ഞങ്ങളെ നേരെ ഒരൊറ്റ വരവാ. രമ്മേ എങ്ങനെ ഓടി രക്ഷപ്പെട്ടു എന്ന് ഈശ്വരന്മാർക്ക് മാത്രമേ. സംഗതിയൊക്കെ നേരാ. എന്ന് വെച്ചാൽ ഇപ്പോഴും ആ പാമ്പ് പകയും കൊണ്ട് കിടക്കാന്ന് പറഞ്ഞ പക ഇല്ലാണ്ടിരിക്കുവോ? എണപ്പാമ്പിനെ കൊന്നത്. അന്നേ രാമമുള്ളവൻ പറഞ്ഞു കടുങ്കയ്യാ ചെയ്തേ അനുഭവിക്കുന്നു. അനുഭവിച്ചില്ലേ? പറഞ്ഞ പോലെ ശരിയായിരിക്കട്ടോ, പാമ്പിന് പകയുണ്ട്. വിവരം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇടാ മണി, എന്റെ കെട്ടിയുള്ള പാമ്പ് കടിക്കണ്ടേ? ഞാനുണ്ടായിരുന്നല്ലോ എറിയാൻ. അത് നിങ്ങളുടെ കല്ല് കൊണ്ടിട്ടുണ്ടാവില്ല. കൊണ്ടത് എന്റെ കല്ലായിരിക്കും. ആ പാമ്പൊക്കെ ചത്ത് മണ്ണടിഞ്ഞിട്ടുണ്ടാവും. എന്റെ ബാലേട്ട, പാമ്പിനും മനുഷ്യന്റെ ആയുസാ. എന്റെ ദേവനെ കൊത്തിയത് ആ ഇണപ്പാമ്പാ. അത് ഇപ്പോഴും ഞങ്ങളുടെ ഇടവഴിയിലുണ്ട്.